കൃഷ്ണരാജ്, അത് തന്നെയാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ മുടിമുറിക്കൽ സമരമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലൊരു സമരം തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് പിന്നിൽ കാണാം ഈ ആശമാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഇപ്പോഴും ഇവരുടെ മുടി മുറിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. വൈകി വന്നവരൊക്കെ ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ചേച്ചി, ഇങ്ങനൊരു മുടിമുറിക്കലിലേക്ക് എത്തേണ്ടി വന്നു അല്ലേ? അതെ, ഇന്ന് 50 ദിവസമായിരിക്കുകയാണ് ഞങ്ങളുടെ സമരം. അതുപോലെ തന്നെ നിരാഹാര സമരം 12 ദിവസമായിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു ഏറ്റവും രൂക്ഷമായ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ഈ രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ ശക്തമായിട്ട് സമരം മുന്നോട്ട് തന്നെ പോകും. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുടി മുറിച്ചുകൊണ്ട് അവരുടെ സമരം തുടരുകയാണ്. 4ാം ഘട്ടത്തിലേക്ക് സമരം കടന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ അമ്മമാരൊക്കെ മുടി രാവിലെ അഴിച്ചിട്ട് ഈ മുടിമുറിക്കൽ സമരത്തിന്റെ ഭാഗമായതാണ്. രാവിലെ ഒരു പ്രതിഷേധ സമരം നടത്തി, പ്രതിഷേധ മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് MG റോഡിലൂടെ സമരഗേറ്റിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് ഗേറ്റ് വരെ പോയി തിരികെ വന്നതിന് ശേഷമാണ് അവർ ഈ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് വില്ലുവണ്ടി സമരമൊക്കെ സമാന്തരമായി തന്നെ അതിലെ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമര രീതിയിലാണ് അവരുടെ എത്തി മുടി മുറിച്ചത്. ആ മുടി മുറിച്ച ശേഷം ആ കയ്യിൽ ആ മുടിയുമായി സർക്കാരിന് സമർപ്പിക്കുന്ന രീതിയിൽ വീണ്ടും അവർ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഈ സമര വേദിയിൽ വീണ്ടും അവർ എത്തി ഈ സമരം ഇപ്പോൾ തുടരുന്നത്. ഒരുപക്ഷെ അടുത്ത ഘട്ടം എന്താണ് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരും മണിക്കൂറിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ മതമേലധ്യക്ഷന്മാർ, ഒപ്പം തന്നെ സാമുദായിക സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അല്പസമയം മുമ്പ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇവിടെ എത്തി സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിരവധി തവണ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തും അതിനുശേഷവും ഒക്കെ നിരവധി തവണ ഈ സമര പന്തലിലേക്ക് അദ്ദേഹം എത്തിയതാണ്. ഇന്നും അദ്ദേഹം മറന്നില്ല ഈ സമരക്കാരെ, ആശമാരെ എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇവിടെ എത്തി സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം കേന്ദ്രം ചെയ്യാനുള്ളത് കേന്ദ്രം ചെയ്യുന്നുണ്ട്, പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സംസ്ഥാനം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയുണ്ടായി. കാരണം നിരവധി തവണ മാധ്യമപ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിച്ച ആരോഗ്യമന്ത്രി അവർ ഈ സമരം കാണുന്നില്ലേ, എന്തുകൊണ്ട് അതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുകയുണ്ടായി. എമ്പുരാൻ അടക്കമുള്ള സിനിമ കാണാൻ പോയ മന്ത്രി അടക്കമുള്ളവരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെയും വിമർശിക്കുന്ന സാഹചര്യം കൂടി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സിനിമ കാണുന്നത് തെറ്റല്ല, പക്ഷേ സിനിമ കാണാൻ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ കുടുംബത്തെ ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി അവർക്ക് ഭക്ഷണം നൽകാൻ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി കാടും മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങുന്ന ഈ ആശമാരെ എന്തുകൊണ്ട് സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സമരവേദിയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആയിരക്കണക്കിന് വരുന്ന ആശമാർ ഇപ്പോഴും ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു രീതിയിലും സന്ധി ചേരാതെ അവർ ഈ സമരം തുടരുകയാണ്. കാരണം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലും അറിയിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് വൈകാരികമായി ചില അമ്മമാർ പ്രതികരിക്കുന്നത് കണ്ടു. കാരണം അവരുടെ കുഞ്ഞുങ്ങളെ മറന്ന്, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാതെ, അവരുടെ അച്ഛനെയും അമ്മയും പ്രായമായവരെയും ഒക്കെ നോക്കാതെ അവർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് ദിവസങ്ങളോളമായി സമരം നടത്തുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ കൊറോണ കാലത്തും നിപ്പ വന്ന സമയത്തും കൊറോണയുടെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ വന്നപ്പോഴും ഈ ആശമാരാണ് ഓരോ വീടുകളിലും കയറിയിറങ്ങിയത്. ഒരു മാസ്കിന്റെ മാത്രം ധൈര്യത്തിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങി ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ക്ഷയരോഗികളെയും അടക്കമുള്ളവരെ പരിചരിച്ച കൈകളാണ് ഇന്ന് ഈ മുടി മുറിച്ച് സർക്കാരിന് മുൻപിൽ പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുള്ളത്. അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ജോലി നൽകുക, താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം അവർക്ക് നൽകുക, പക്ഷേ അതിൽ ഉപരി അതിന് ശമ്പളം നൽകാതെ അല്ലെങ്കിൽ അതിനൊരു ഓണറേറിയം കൃത്യമായി നൽകാതെ വെറും 232 രൂപയ്ക്ക് പ്രതിദിനം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എണ്ണി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 50 ദിവസമായി ഈ അമ്മമാർ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു രീതിയിലും തങ്ങൾ പിന്നോട്ട് പോകില്ല, സമരം ഈ ഘട്ടത്തിലും തുടരും, വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. ഇപ്പോൾ എന്തായാലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സമരത്തിന്റെ അടുത്ത ഘട്ട പ്രഖ്യാപനവും ഒപ്പം തന്നെ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത നടപടികളിലേക്ക് കൂടി ഇവർ കടക്കുകയാണ്. കൃഷ്ണരാജ്. ശരി ശാലിനി, ഇതിപ്പോൾ രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ ഉള്ള ശ്രമം സർക്കാർ തന്നെ നടത്തുന്നുണ്ട്. ഇത് രാഷ്ട്രീയ സമരമാണെന്ന് ആവർത്തിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ അവർ പറഞ്ഞത് ഇത് അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം ഇതിലുണ്ട്, സ്ത്രീപക്ഷ രാഷ്ട്രീയം ഇതിലുണ്ട്. കാരണം അടിസ്ഥാന ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ ശമ്പള ഘടന ഒന്ന് മാറ്റിത്തരൂ എന്ന്. 234 രൂപ, അതാണ് അവർക്ക് ഒരു ദിവസം വീടുകൾ തോറും കയറി ഇറങ്ങി വെയിൽ കൊണ്ട് തളർന്ന് അവശരാകും മുൻപ് ഒരു ദിവസം അവർക്ക് കൂലിയായി നിശ്ചയിച്ചിരിക്കുന്ന അതാണ്. അതൊന്ന് മാറ്റിത്തരൂ എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ പലപ്പോഴും സർക്കാർ നടത്തിയത്. നോക്കൂ, സർക്കാർ തന്നെ പറയുന്നു ഈ സമരത്തിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന്.
പല മന്ത്രിമാരടക്കം പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു. മറുവശത്ത് അതേ സർക്കാർ തന്നെ പറയുന്നു സർക്കാരിനെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമരമാണ് ഇത് എന്നും.